മണ്ണാർക്കാട് നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് നടമാളിക ഉഭയമാർഗം റോഡ്. അതിൻ്റെ പണി ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. മണ്ണാർക്കാട് നഗരസഭയിൽ പ്രത്യേകിച്ച് ഈ റോഡിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 22,50,000 രൂപ ഫണ്ട് അനുവദിക്കുകയും അത് കെൽ ഏജൻസിക്ക് നൽകുകയും അതിൻ്റെ പണി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം നീണ്ടുപോകാനുണ്ടായ സാഹചര്യം ഈ ഫണ്ട് അനുവദിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെതായ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം നടന്ന് തീരുമാനമായി ഇതിൻ്റെ ഓരോ വർഷവും PWD റേറ്റുകൾക്ക് വ്യത്യാസങ്ങൾ വരും. ആ റേറ്റുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ കാലതാമസങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത് നീണ്ടുപോകാനുണ്ടായ സാഹചര്യം. ഈ സംഖ്യ 22 ലക്ഷം രൂപയ്ക്ക് ഈ റോഡ് ടാർ ചെയ്ത റോഡുകൾ കംപ്ലീറ്റും ഇൻ്റർലോക്കും നല്ല കോൺക്രീറ്റ് ചെയ്ത നല്ല ഭാഗങ്ങളെല്ലാം അത് പൊളിക്കാതെ തന്നെ മാക്സിമം എത്ര ദൂരം ഇത് എത്തിക്കാൻ പറ്റുമോ അത്ര ദൂരം എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ 2020 ഡിസംബർ മാസം 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആദ്യമായി ആവശ്യപ്പെട്ട റോഡാണ് നടമാളിക ഉഭയമാർഗം റോഡ്. ആ നടമാളിക ഉഭയമാർഗം റോഡിന് അന്ന് ഞങ്ങൾക്ക് ഫണ്ടൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ മണ്ണാർക്കാട് MLA പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് ഫ്ലഡിൽ 13 ലക്ഷം രൂപ, ഉഭയമാർഗത്തിന് 3 ലക്ഷവും നടമാളിക റോഡിന് 10 ലക്ഷവും കൂടിയിട്ട് 2021-22 കാലഘട്ടത്തിൽ അനുവദിച്ചു തന്ന ഒരു 13 ലക്ഷം രൂപ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ റോഡിൻ്റെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഈ റോഡ് മഴയും പ്രകൃതിക്ഷോഭവും മൂലം റോഡുകളൊക്കെ തകർന്നു പോയി. പക്ഷേ കോൺക്രീറ്റ് റോഡിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ടാർ റോഡുകളാണ് മഴ വെള്ളം. അപ്പോൾ അതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ അത് ഇൻ്റർലോക്ക് ചെയ്താലേ അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നും അതിന് ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ ഫണ്ട് 22 ലക്ഷം രൂപ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ പണികളും എഗ്രിമെൻ്റ് വയ്ക്കലും മറ്റു കാര്യങ്ങളെല്ലാം നിയമപരമായുള്ള എല്ലാ ഇതുകളും തീർത്തതിന് ശേഷം ഇന്ന് പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ ഒരുപാട് ഈ റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഞങ്ങളോടൊപ്പം നിന്ന മണ്ണാർക്കാട് നഗരസഭയിലെ കൗൺസിലർമാരും എല്ലാവരും ഈ റോഡിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. കാലങ്ങളായിട്ട് നല്ല ഹൈവേയിൽ കൂടെ പോകുന്ന ബാലേട്ടനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴും ഈ റോഡിൽ കൂടെയാണ് നടന്നു പോകാനും വണ്ടിയിലാണെങ്കിലും ഒക്കെ പോകുന്നത്. അതെന്താണ്? അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബുദ്ധിമുട്ട് ഞാനും അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റോഡ് കൂടി പോയത്. കാരണം ജനങ്ങൾ വരുമ്പോൾ അവർ വാഹനങ്ങൾ കുണ്ടിലും കുഴിയിലൊക്കെ വീഴാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ അതിന് ഒരു എൻ്റെ നാട്ടുകാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ അവരെല്ലാവരും ഈ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഞാനും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റോഡിൽ തന്നെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാൽനടയാണെങ്കിലും ശരി, വാഹനത്തിലാണെങ്കിലും ശരി, കാറിലാണെങ്കിലും ശരി, ഇതിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പല രാഷ്ട്രീയ സമരങ്ങളും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, പത്രസമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ? അല്ല, അതിൻ്റെ ഭാഗമായിട്ടില്ല. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അത് അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അവർക്കിതിൻ്റെ അവസ്ഥകളൊന്നും അറിയില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം ഒരു റോഡ് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ റോഡുകൾക്ക് വേണ്ടിയിട്ടും കുടിവെള്ളത്തിനും വെളിച്ചത്തിനും വേണ്ടി ഒക്കെ സമരം ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അത് അവരുടെ അവകാശമാണ് സമരം ചെയ്യുക എന്നുള്ളത്. അതിലൊന്നും ഞങ്ങൾക്ക് സങ്കടമില്ല. പക്ഷേ ഇതിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അവർ ചെയ്ത സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം ഇതായിട്ടുള്ളത്. പക്ഷേ അത് അവരുടെ അവകാശമാണ്, അവർ ചെയ്തു. അതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഒരു സംശയം വേണ്ട, ജനങ്ങൾ കൂടെയാണ്. അതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. മണ്ണാർക്കാടത്തെ രണ്ടുപേരും മണ്ഡലത്തിൽ മറ്റേ വാർഡുകളിൽ നല്ല റോഡുകൾക്ക് വേണ്ടിയിട്ടും വെള്ളം അങ്കലവാടി രണ്ട് കാര്യങ്ങളാണ്. ഞങ്ങൾ കൗൺസിലറായിട്ട് കയറിയ സമയത്ത് അണ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അപ്പോൾ പൊതുവെ
മണ്ണാർക്കാടിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ബാലുണിൻ്റേത്. അതിപ്പം ആയുർവേദ ആശുപത്രി ആണെങ്കിലും അംഗൻവാടികളാണെങ്കിലും റോഡുകളാണെങ്കിലും പല പദ്ധതികളും ആ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വിജയിപ്പിച്ച് വിട്ട വാർഡിലേക്ക് ഒരു പദ്ധതി കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം. നമ്മുടെ ഇന്ന് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ കൂടി അവർ നമ്മൾ വിജയിപ്പിച്ച് വിട്ടാൽ കൃത്യമായിട്ട് ആ ഫണ്ട് നാട്ടിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് 100% പൂർത്തിയാക്കാനൊന്നും എല്ലാവർക്കും കഴിയില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 95% അത് യാഥാർത്ഥ്യമാക്കി എന്നുള്ളൊരു അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇത് അഭിമാന പ്രശ്നം മാത്രമല്ല, ഞങ്ങളും ഇത് കഴിഞ്ഞാലും നാളെയും യാത്ര ചെയ്യേണ്ട റോഡ് കൂടിയാണ് ഈ റോഡ്. ആ റോഡ് ഇങ്ങനെ മോശമായിട്ട് കിടക്കുമ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് ഈ ഒരു വർഷം തുടങ്ങിയ പണിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല. ഒരു 2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആരംഭിച്ച് ഈ റോഡ് ഇങ്ങനെ ആക്കണം. ഞങ്ങളുടെ മുമ്പിൽ കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു മിനി ബൈപ്പാസ് റോഡാക്കി മാറ്റാൻ വേണ്ടി സ്ഥലം എടുക്കണം, അതുപോലെ തന്നെ അതൊരു ഇതിനകത്ത് റബ്ബറൈസ് റോഡാക്കണം എന്നൊക്കെ ഞങ്ങളുടെ ബാലുണ്ണനൊക്കെ എപ്പോഴും പറയാറുള്ള ആഗ്രഹം. പക്ഷേ അത്ര വലിയ രീതിയിലൊന്നും കഴിഞ്ഞില്ല. എന്തായാലും ഈ പണി ഇങ്ങനെ കഴിഞ്ഞാലും ഭാവിയിൽ ഇതൊരു മിനി ബൈപ്പാസ് റോഡ് ആയതുകൊണ്ട് തന്നെ വീതി കൂട്ടാനുള്ള സൗകര്യം കിട്ടിയ വീതി കൂട്ടി ആളുകൾക്ക് സൗകര്യപ്രദമായി പോകാനുള്ള ഒരു രീതിയിലേക്ക് ഭാവിയിൽ വരുന്ന നഗരസഭയും കൗൺസിലർമാരും ശ്രമിക്കണം. അതോടൊപ്പം ഞങ്ങൾ പറയുന്ന വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് കേട്ട് അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കുന്ന ചെയർമാൻ കൂടിയായിരുന്നു. പൂർണ്ണമായിട്ടും ഈ റോഡിൻ്റെ കാര്യത്തിലും ഞങ്ങളെടുത്ത അതേ റിസ്ക് പ്രിയപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ എടുത്തിട്ടുണ്ട്. ഇത് മുനിസിപ്പാലിറ്റിയിൽ പല ചർച്ചകളും നടന്നിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതിലെന്താണ്? മുനിസിപ്പാലിറ്റിയിൽ നടന്ന ചർച്ചകളെല്ലാം ഞാനും ബാലുണ്ണനും പറഞ്ഞു തന്നെയാണ് ഈ റോഡിൻ്റെ വിഷയത്തിന്. ഞാനും ബാലുണ്ണനും പറയുന്നതിനൊപ്പം ഈ റോഡിന് വേണ്ടി പറയുന്ന ആൾ തന്നെയാണ് നഗരസഭാ ചെയർമാൻ. ഞങ്ങൾ തന്നെയാണ് ഈ റോഡിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചതും ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പോയതും ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫണ്ട് വെച്ചതും. ഞങ്ങൾക്ക് മണ്ണാർക്കാടിൻ്റെ ഒരു റോഡ് മോശമായിട്ട് കിടക്കണമെന്നുള്ള ആഗ്രഹമില്ല. ഈ റോഡ് എന്നല്ല, ഇനി തൊട്ടടുത്തുള്ള എല്ലാ റോഡുകളും. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ഞങ്ങളെ കുറേ സമയങ്ങൾ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ വെക്കുന്നൊരു ഫണ്ട് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ. ഇതിന് കുറേ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് ദിവസം നീണ്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കുറച്ചുകൂടി റിസ്ക് എടുത്ത് ഓടുകൊണ്ടാണ് ഇത് പെട്ടെന്നാക്കിയത്. മഴ ഒരു സൈഡിൽ, ടാറിങ്ങിൻ്റെ വർക്കുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഈ മഴ നിന്നാലേ ടാർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ട് ബാക്കി പണികൾ കൂടി വൈകാതെ തന്നെ പൂർത്തിയാക്കും. ഇത് നന്നായിട്ടില്ലേ അച്ഛാ? പണിക്കൂലിക്കുറവ്, ഡിസ്കൗണ്ട് സെയിൽ, ഇങ്ങനെ പരസ്യം ചെയ്ത് പല സ്വർണ്ണക്കടകളും കച്ചവടം പിടിക്കും. പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ്. കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.